കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്കെതിരെ വിധി വരുന്നൊരു ദിവസം കൂടിയാണെന്ന് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നെന്മാറ ഇരട്ട കൊലപാതക കേസ്. ഈ കേസിന്റെ ശിക്ഷാവിധി ഇന്നാണ്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയാണ് ഏക പ്രതി. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേർന്നു. സച്ചിൻ, ഗുഡ് മോർണിംഗ്. കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകം, കൊടുങ്കുറ്റവാളി ചെന്താമര ഏക പ്രതി. നേരത്തെ ശിക്ഷാവിധി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഈ വിധി പറയുന്ന ജഡ്ജിക്കുണ്ടായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിവെച്ചതാണ്. ഇന്നിപ്പോൾ എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം, എന്ത് പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. 2025 ജനുവരി 27-നാണ് ഇരട്ടക്കൊലപാതകം, നെന്മാറ പോത്തുണ്ടിയിൽ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. അത് പ്രധാനമായും നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുമാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള ചെന്താമര അതിക്രൂരമായി പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിൻ്റെ വിധിയാണ്, കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ പാലക്കാട് സെഷൻസ് കോടതി വിധി പറയുക. എന്തായാലും ഏറെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു 2025 ജനുവരി 27 നെന്മാറയിൽ നടന്നത്. അത് പ്രധാനമായും ചെന്താമര 2019 സജിത എന്ന അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അത് ചെന്താമരയുടെ ഭാര്യയും അതേപോലെ തന്നെ മകളും പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം റിമാൻഡിൽ കഴിയുകയായിരുന്ന ചെന്താമര 2025 ജാമ്യത്തിൽ ഇറങ്ങുകയും തുടർന്നായിരുന്നു സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. നാടിനെ നടുക്കിയ കൊലപാതകം തന്നെയായിരുന്നു. തൻ്റെ കുടുംബം പിണങ്ങിപ്പോകാൻ ഉള്ള പ്രധാന കാരണം സുധാകരനും സുധാകരൻ്റെ കുടുംബവുമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. നിലവിൽ സുധാകരൻ്റെയും സജിതയുടെയും 2 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ചെന്താമരയ്ക്ക് ഏറ്റവും വലിയ വധശിക്ഷ തന്നെ നൽകണം എന്ന കാര്യമാണ്. അത്തരത്തിൽ നാടിനെ നടുക്കിയ നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിൽ ഭീതിയാണ് ചെന്താമരയെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. കാരണം ജാമ്യത്തിൽ ഇറങ്ങിയ സമയവും അയൽപ്പക്കത്തുള്ള ആളുകളെയെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു വധക്കേസിൽ കേരളം കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് പാലക്കാട് സെഷൻസ് കോടതി വിധി പറയാൻ വേണ്ടി പോകുന്നത്. 80-ലധികം സാക്ഷികളെയും അതേപോലെ തന്നെ മറ്റ് ഇതിൻ്റെ തെളിവുകളെല്ലാം ചെന്താമരയെ കഴിഞ്ഞ ദിവസം തന്നെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. എന്തായാലും പാലക്കാട് സെഷൻസ് കോടതി ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ തന്നെ കേരളം കാത്തിരിക്കുന്ന വിധി പറയും. സേതു.